പ്രിയമുള്ളവരെ, വനത്തില് മഹർഷിമാരുടെ പൂജാകർമ്മങ്ങളൊക്കെ മുടക്കിയിരുന്ന രാക്ഷസരെയൊക്കെ നിഗ്രഹിച്ച് രാമലക്ഷ്മണകുമാരന്മാര് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വീണ്ടും യാത്ര തുടരുകയാണ് വനത്തിലൂടെ തന്നെ. ഇവര് ഇനി പോകുന്നത് മിഥില രാജ്യത്തേക്കാണ്, വിദേഹ രാജ്യത്തേക്ക്. ജനക മഹാരാജാവിന്റെ ശിവദത്തമായ അത്ഭുത വില്ല് കാണാനായി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ കുറേ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ച് ഒരു ശാന്തസുന്ദരമായ വനപ്രദേശത്ത് എത്തിപ്പെടുന്നു. വളരെ സുന്ദരമായ ഒരു പ്രദേശം. അവിടുത്തെ പക്ഷികളും മൃഗങ്ങളും പോലും ശാന്തരായി കാണപ്പെട്ടു എന്നാണ്. അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു തൊഴുതു നിൽക്കുന്ന അല്ലെങ്കിൽ തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ശിലാരൂപം, ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ തൊഴുതു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ശിലാരൂപം കാണുന്നു. ഇത് കണ്ട രാമലക്ഷ്മണന്മാര് ഇത് എന്താണ്, ഇത് ആരുടെയാണ്, എന്താണെന്നൊക്കെ നമ്മുടെ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നു. അപ്പോൾ ഈ തൊഴുതു നിൽക്കുന്ന സ്ത്രീയുടെ ശിലാരൂപം ഈ വനപ്രദേശത്ത് ഉണ്ടായത് എങ്ങനെ എന്ന കഥ വിശ്വാമിത്ര മഹർഷി ഈ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കഥ ഇങ്ങനെയാണ്. പണ്ട് ഗൗതമൻ എന്നു പേരുള്ള ഒരു മഹർഷിയും അദ്ദേഹത്തിന്റെ ഭാര്യ അഹല്യയും ഇവര് സന്തോഷമായിട്ട് ഈ പ്രദേശത്ത് ജീവിച്ചു വരികയായിരുന്നു. ഈ മഹർഷിയുടെ ഭാര്യ അഹല്യ അതിസുന്ദരിയായിരുന്നു. അപ്പൊ ഇവളുടെ സൗന്ദര്യത്തില് മോഹിച്ച് ദേവലോകത്ത് നിന്നുള്ള ദേവേന്ദ്രൻ ഇവളുടെ അടുത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ മഹർഷി അവിടെ ഉള്ളിടത്തോളം സമയം ദേവേന്ദ്രന് ഈ ആശ്രമത്തിൽ എത്താൻ സാധിക്കില്ല. അപ്പോ ദേവേന്ദ്രൻ ഒരു പണി ചെയ്തു. സാധാരണ മഹർഷി സൂര്യോദയത്തിന് മുൻപേ ഉണർന്ന് പുഴക്കരയിലേക്ക് സ്നാനം ചെയ്യുന്നതിനായി കുളിക്കുന്നതിനായിട്ടേ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയം ആശ്രമത്തിൽ എത്താമെന്ന് വിചാരിച്ച് ദേവേന്ദ്രൻ ഒരു ദിവസം വളരെ നേരത്തെ തന്നെ, അതായത് സൂര്യോദയത്തിനൊക്കെ വളരെ നേരത്തെ തന്നെ ആശ്രമ പരിസരത്തെത്തി കോഴി കൂവുന്ന സമയം ആകുന്നതിന് മുൻപേ കോഴി കൂവുന്ന ശബ്ദമുണ്ടാക്കുന്നു ദേവേന്ദ്രൻ സ്വയം. ഇത് കേട്ട മഹർഷി നേരം പുലരാറായി എന്ന് കരുതി ഉണർന്ന് പെട്ടെന്ന് പുഴക്കരയിലേക്ക് സ്നാനം ചെയ്യുന്നതിനായി പോയി. ഇതേ സമയത്ത് തന്നെ ദേവേന്ദ്രൻ മഹർഷിയുടെ, ഈ ഗൗതമ മഹർഷിയുടെ രൂപത്തിലായിക്കൊണ്ട് അഹല്യയുടെ സമീപത്തെത്തുന്നു. ഈ സമയം തന്നെ മഹർഷി പുഴക്കരയിൽ എത്തുന്നു. അവിടെ പക്ഷെ സൂര്യോദയത്തിന്റെ ലക്ഷണം ഒന്നും കാണുന്നില്ല. സൂര്യോദയത്തിന്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ സൂര്യോദയത്തിന് മുൻപായി ആകാശത്ത് നല്ലൊരു ചുവപ്പ് നിറം കാണും അല്ലെ. നമ്മള് കന്യാകുമാരിയിലൊക്കെ ഉദയം കാണാൻ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഉദയം പ്രതീക്ഷിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ കടുത്ത ചുവപ്പ് നിറമാണ് കാണുന്നത്. അതിനുശേഷമാണ് സൂര്യൻ ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നത് അല്ലെ. അതാണ് ഇവിടെയും ഈ ചുവപ്പ് നിറത്തിന് അരുണൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അരുണൻ നമ്മുടെ സൂര്യദേവന്റെ തേരാളിയാണെന്നും ഒരു സങ്കല്പമുണ്ട്. അപ്പൊ ആദ്യം അരുണോദയം കണ്ടതിന് ശേഷമേ നമുക്ക് സൂര്യോദയം കാണാൻ കഴിയുള്ളൂ. അപ്പം മഹർഷി കുറച്ചു സമയം അവിടെ നോക്കി നിന്നെങ്കിലും അരുണോദയം പോലും കാണുന്നില്ല. അപ്പൊ മഹർഷിക്ക് മനസ്സിലായി, എനിക്ക് സമയം തെറ്റിയിരിക്കുന്നു, നേരം പുലരാറായിട്ടില്ല, അതുകൊണ്ട് മടങ്ങി ആശ്രമത്തിലേക്ക് തന്നെ പോയേക്കാം എന്ന് വിചാരിച്ച് മഹർഷി തിരിച്ച് ആശ്രമത്തിലേക്ക് പോരുന്നു. ആശ്രമത്തിലെത്തിയ മഹർഷി കാണുന്നതോ ഗൗതമ മഹർഷിയെ പോലെ തന്നെ മറ്റൊരു മഹർഷി, ഗൗതമ മഹർഷിയാണെന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള ഒരു മഹർഷി ഭാര്യ അഹല്യയുടെ സമീപത്ത് നിൽക്കുന്നു. ഇത് കണ്ട മഹർഷി അങ്ങേയറ്റം കോപിഷ്ഠനായി, ആരടാ മഹാഭാവി നീ എന്ന് ചോദിച്ചുകൊണ്ട് ഈ മഹർഷി രൂപത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഉടനെ തന്നെ ഇത് ദേവേന്ദ്രനാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഈ ദേവേന്ദ്രൻ പെട്ടെന്ന് വേഷം മാറി ദേവേന്ദ്രന്റെ സ്വയം രൂപത്തിലായിക്കൊണ്ട് മുനിയോട് ക്ഷമ ചോദിക്കുന്നു. താങ്കളുടെ പത്നിയുടെ സൗന്ദര്യത്തിൽ മോഹിച്ച് അവളുടെ അടുത്തെത്താൻ വേണ്ടി താങ്കളെ ഇവിടുന്ന് മനഃപൂർവ്വമായിട്ട് ഞാൻ അകറ്റിയതാണ്. കോഴി കൂവാനുള്ള സമയം ആകുന്നതിന് മുമ്പേ കോഴി കൂവുന്ന ശബ്ദമുണ്ടാക്കി താങ്കളെ ഇവിടുന്ന് അകറ്റിയതാണ്. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മഹർഷിയോട് അപേക്ഷിക്കുന്നു. ഇതേ സമയം നമ്മുടെ അഹല്യ പേടിച്ച് വിറച്ച് കരഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണ്. അപ്പോൾ ദേവേന്ദ്രനെ മഹർഷി ശപിക്കുന്നു, പിന്നീട് ശാപമോക്ഷവും കൊടുക്കുന്നു. എന്നാൽ അഹല്യയോടും മഹർഷി ക്ഷമിക്കുന്നില്ല.
മഹർഷിക്കറിയാം അഹല്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ ഈ മഹർഷിമാരുടെ പത്നിമാര് പൊതുവെ പതിവ്രതകളായിരിക്കണം, അല്ലെങ്കിൽ ആയിരിക്കുമെന്നാണ്. പതിവ്രതകൾ എന്ന് പറയുമ്പോൾ ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കൂടാതെ അന്യപുരുഷന്മാരുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല. അപ്പോ അഹല്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൾ കരഞ്ഞു പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങാണെന്ന് കരുതിയാണ് ഇദ്ദേഹത്തെ സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് മഹർഷിക്കും അറിയാം, ഇവള് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അറിയാതെയെങ്കിലും ഒരു അന്യപുരുഷന്റെ മുഖത്ത് നോക്കിപ്പോയില്ലേ, അപ്പൊ അവളുടെ പാതിവൃത്യത്തിന് ഭംഗം സംഭവിച്ചു എന്നാണ് നമ്മുടെ ഗൗതമ മഹർഷിയുടെ വിശ്വാസം. അതുകൊണ്ട് അവൾ കരഞ്ഞു പറഞ്ഞുവെങ്കിലും അത് കൂട്ടാക്കാതെ മഹർഷി അവളെ ഒരു ശിലയായി തീരട്ടെ. അപ്പൊ അവള് കരഞ്ഞു തൊഴുത് നിൽക്കുമ്പോഴാണ് മഹർഷി അവളെ ശപിക്കുന്നത്. നീ ശിലയായി തീരട്ടെ എന്ന് ശപിച്ചുവെങ്കിലും പിന്നാലെ അതിന് ഈ ശാപത്തിന് ഒരു ശാപമോക്ഷവും കൂടി പറയുന്നുണ്ട്. അതായത് ത്രേതായുഗത്തിലെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ ഭൂമിയിലെ അയോധ്യ മഹാരാജാവ് ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ജനിക്കുമെന്നും പിന്നീട് അദ്ദേഹവും സഹോദരനും കൂടെ ഈ വനത്തിലൂടെ യാത്ര വരുമെന്നും, അങ്ങനെ വരുമ്പോൾ ആ രാമപാദ സ്പർശം ഏറ്റ് നിനക്ക് ശാപമോക്ഷം ഉണ്ടായി നീ പഴയ അഹല്യയായി തീരുമെന്നും അന്ന് മാത്രം നീ എൻ്റെ അടുത്തേക്ക് എൻ്റെ പത്നിയായിട്ട് വന്നാൽ മതി എന്നുമായിരുന്നു ശാപമോക്ഷം. അങ്ങനെ ശപിച്ചു ശാപമോക്ഷവും കൊടുത്തു. ഇതാണ് ഈ വനപ്രദേശത്ത് ഈ തൊഴുതു നിൽക്കുന്ന സ്ത്രീ രൂപത്തിലുള്ള ശിലയുടെ കഥ രാമനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഈ കഥ കേട്ടയുടനെ ശ്രീരാമൻ തൻ്റെ കാലിലെ തള്ളവിരൽ കൊണ്ട് ഈ ശിലാരൂപത്തിൽ ഒന്ന് സ്പർശിച്ചു എന്നാണ്. അപ്പോ രാമപാദ സ്പർശമേറ്റയുടൻ ഈ ശിലയിൽ നിന്ന് അഹല്യ ഉയർന്നു വന്നു, സുന്ദരിയായ അഹല്യ ഉയർന്നു വന്നു. അവള് ശ്രീരാമനെ വലം വെച്ച് വണങ്ങി എന്നാണ്. അങ്ങനെ ഗൗതമ മഹർഷിയുടെ പത്നിയായി വീണ്ടും അവൾ ജീവിച്ചു. ഇതാണ് അഹല്യാമോക്ഷം. അങ്ങനെ വനത്തിലെ അഹല്യാമോക്ഷം എന്ന ദൗത്യവും പൂർത്തീകരിച്ചു നമ്മുടെ രാമൻ. അതിനുശേഷം ഇവര് മഹർഷിയുടെ കൂടെ വീണ്ടും ജനക മഹാരാജാവിന്റെ ശിവദത്തമായ അത്ഭുത വില്ല് കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ അവിടെ മിഥില രാജ്യത്ത് രാജാവിന്റെ പുത്രിയുടെ വിവാഹ വിളംബരം നടത്തിയിരിക്കുകയാണ് രാജാവ്. അതായത് ശിവദത്തമായ ഈ അത്ഭുത വില്ല് എടുത്ത് കുലച്ച് അത് ഓടിക്കുന്ന ആളിന് മാത്രമേ എൻ്റെ പുത്രിയെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ വിളംബരം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അത്ഭുത വില്ല് ഒടിക്കാനും ജനക മഹാരാജാവിന്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കാനും വേണ്ടിയാണ് ഒത്തിരി രാജ്യങ്ങളിൽ സമീപ രാജ്യത്ത് അന്യ രാജ്യത്തുമൊക്കെയുള്ള രാജാക്കന്മാർ ഒരുപാട് പേര് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് നമ്മുടെ മഹർഷിക്കറിയാം, വിശ്വാമിത്ര മഹർഷിക്കറിയാം. പക്ഷെ കുമാരന്മാരോട് അത്ഭുത വില്ലൊന്ന് കണ്ടുപോരാമെന്ന് മാത്രം അറിയിച്ചിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ജനക മഹാരാജാവിന്റെ പുത്രിയുടെ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ ജനക മഹാരാജാവിന്റെ പുത്രിയെ പറ്റി കൂടി പറയാം. ജനക മഹാരാജാവിന് ആദ്യകാലങ്ങളിൽ കുട്ടികളില്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ഒരു ദിവസം നിലമുഴുന്നതിനിടയിൽ ഉഴവുചാലിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ അദ്ദേഹത്തിന് കിട്ടിയെന്നാണ്. ഈ കുഞ്ഞിനെ കിട്ടിയ ഉടനെ, കുട്ടികളില്ലാത്ത ആളല്ലേ, അപ്പൊ കുഞ്ഞിനെ കിട്ടിയ ഉടനെ അതിനെ സ്വന്തം പുത്രിയായി സ്വീകരിച്ച് അവൾക്ക് സീത എന്ന് പേരിട്ടു. സീത എന്ന് പേരിടാനുള്ള ഒരു കാരണവും കൂടി പറയുന്നുണ്ട്. ഉഴവുചാലിലെ ചെളിക്ക് സിതം എന്നാണ് പറയുന്നത്. അപ്പൊ സിതത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞിന് സീത എന്ന് പേരിട്ടു. ഈ സീതയ്ക്ക് വേറെയും പേരുകളുണ്ട്. വിദേഹ രാജ്യത്തെ രാജാവല്ലേ ജനകൻ, അപ്പൊ വിദേഹ രാജ്യത്തെ രാജകുമാരി എന്ന നിലയ്ക്ക് വൈദേഹി എന്നും, പിന്നെ മിഥില രാജ്യത്തെ രാജാവാണല്ലോ ജനകൻ, അപ്പൊ മിഥില രാജ്യത്തെ രാജകുമാരി എന്ന നിലയ്ക്ക് മൈഥിലി എന്നും, പിന്നെ ജനക മഹാരാജാവിന്റെ പുത്രിയായിട്ടാണല്ലോ ഇവള് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജാനകി എന്നും നമ്മുടെ സീതാദേവിക്ക് പേരുണ്ടെന്നാണ് പറയുന്നത്. ഈ സീതാദേവി സാക്ഷാൽ യോഗമായാദേവി തന്നെയാണ്, അതായത് ലക്ഷ്മി ദേവി തന്നെയാണെന്നും പറയുന്നു. അപ്പോൾ ഇവരങ്ങനെ എത്തിയിട്ടില്ല മിഥില രാജ്യത്ത്
ത്തേക്ക് എത്തിയിട്ടില്ല, അവർ യാത്രയിലാണ്. ഇനി അവരവിടെ എത്തട്ടെ. എത്തിയതിന് ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ പറയാം കേട്ടോ. നന്ദി, നമസ്കാരം.